നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കത്തിന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന ഒരു രഹസ്യം വെളിപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? അത് ശരിയാണ്. ബുദ്ധതത്വചിന്തയിൽ വളരെ കുറച്ചുപേർക്ക് മാത്രം അറിയാവുന്ന ആശ്ചര്യകരമായൊരു സത്യമുണ്ട്. മൗലികമായൊരു ശക്തി ഒളിഞ്ഞിരിക്കുന്ന ഈ സാധാരണമെന്ന് തോന്നുന്ന സംഖ്യയെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ഊഹിക്കാത്ത ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ കണ്ടെത്താൻ പോവുകയാണ്. ഈ ലളിതമായ സംഖ്യയ്ക്ക് നിങ്ങളുടെ ഭാഗ്യത്തെയും ആത്മീയ പാതയെയും നിങ്ങളുടെ വ്യക്തിപരമായ നേട്ടങ്ങളെപ്പോലും സ്വാധീനിക്കാൻ കഴിയുമെന്ന് സങ്കൽപ്പിക്കുക. ഇത് ഭ്രാന്താണെന്ന് തോന്നാം. വെല്ലുവിളിക്കപ്പെടാൻ തയ്യാറായിക്കോളൂ. കാരണം നമ്മളിപ്പോൾ വെളിപ്പെടുത്താൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കേണ്ടിയിരുന്ന കാര്യമായിരിക്കാം. ഇത് മറ്റൊരു വെറും സിദ്ധാന്തമല്ല. നൂറ്റാണ്ടുകളായുള്ള ബുദ്ധമത ജ്ഞാനത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ആഴമേറിയ സത്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. യാദൃശ്ചികമായി ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. കാരണം നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഇവിടെയുണ്ടാകാം, വളരെ വ്യക്തമായി ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം. അതിൻ്റെ ഏറ്റവും മികച്ച ഭാഗം നിങ്ങളതിപ്പോൾ കണ്ടെത്താൻ പോകുന്നു എന്നതാണ്. ഈ വെളിപ്പെടുത്തൽ യാത്രയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഉള്ളടക്കവും നിങ്ങൾക്ക് നഷ്ടമാകില്ല. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നതിനായി നിങ്ങളുടെ ജനനവർഷം താഴെ കമന്റ് ചെയ്യുക. ബുദ്ധമതക്കാരെ സംബന്ധിച്ചിടത്തോളം സംഖ്യകൾ കേവലം ഗണിതശാസ്ത്ര പ്രതീകങ്ങൾ മാത്രമല്ല, അവ ആത്മീയ ഊർജത്തിന്റെ വാഹകരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഓരോന്നിനും അതിൻ്റേതായ അർത്ഥവും സ്വാധീനവുമുണ്ട്. പുരാതന കാലം മുതൽ ബുദ്ധസന്യാസിമാർ വിശ്വസിച്ചിരുന്നത് ചില സംഖ്യകൾക്ക് നിലനിൽപ്പിന്റെ വിവിധ വശങ്ങളിലേക്ക് പോർട്ടലുകൾ തുറക്കാൻ കഴിയുമെന്നാണ്. ഭൗതിക ലോകത്തെ ആത്മീയ ലോകവുമായി ബന്ധിപ്പിക്കുന്നു. ഈ വീക്ഷണം സംഖ്യകളുടെ ലളിതമായ സങ്കല്പത്തെ അതിലും ആഴമേറിയതും സങ്കീർണവുമായ ഒന്നാക്കി മാറ്റുന്നു. ജീവിതത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും സാരാംശം മനസ്സിലാക്കാനുള്ള താക്കോലായി ഇതിനെ കാണുന്നു. ഈ വീക്ഷണത്തിൽ ഓരോ സംഖ്യയ്ക്കും ഒരു പ്രത്യേക വൈബ്രേഷനുണ്ട്. അത് വ്യക്തിത്വത്തെയും വിധിയെയും ഒരു വ്യക്തി നേരിടുന്ന വെല്ലുവിളികളെപ്പോലും സ്വാധീനിക്കും. നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിലുടനീളം നിങ്ങളെ അനുഗമിക്കുന്ന ഒരു ഊർജ്ജസ്വരമായ അടയാളമായി കാണപ്പെടുന്നു. ഈ സംഖ്യകളെക്കുറിച്ച് പഠിക്കുന്നതിലൂടെ ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കാവുന്ന പെരുമാറ്റ രീതികളും പാറ്റേണുകളും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഈ ജ്ഞാനത്തിലൂടെ അവ വ്യക്തവും വെളിപ്പെടുത്തുന്നതുമായി മാറുന്നു. ഈ സമീപനം വ്യക്തികൾക്ക് അവരുടെ വ്യക്തിപരമായ ജേർണികളെയും ചില അനുഭവങ്ങൾക്ക് പിന്നിലെ കാരണങ്ങളെയും നന്നായി മനസ്സിലാക്കാൻ അനുവദിക്കുന്നു. നൂറ്റാണ്ടുകളായി ബുദ്ധമതം നമ്മെ ചുറ്റുമുള്ള ഊർജ്ജങ്ങളുമായി ഐക്യത്തോടെ ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. ഈ ഐക്യത്തിന്റെ ഒരു ഭാഗം സംഖ്യകൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കത്തിന്റെ അർത്ഥം അറിയുന്നതിലൂടെ നിങ്ങളുടെ പാതയിലുള്ള ശക്തികളെയും അവ നിങ്ങളുടെ നേട്ടത്തിനായി എങ്ങനെ ഉപയോഗിക്കാമെന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇതിന്റെ അർത്ഥം നമ്മൾ പൂർണ്ണമായും ഈ സംഖ്യകളാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നല്ല, മറിച്ച് അവയെ മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ ആന്തരിക സാരാംശവുമായി പൊരുത്തപ്പെടുന്ന കൂടുതൽ ബോധപൂർവമായ ചില തീരുമാനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കും എന്നതാണ്. ബുദ്ധതത്വചിന്തയിൽ സംഖ്യകളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് കേവലം ആത്മീയമായൊരു കൗതുകം മാത്രമല്ല, ആത്മജ്ഞാനത്തിനുള്ള ഒരു പ്രായോഗിക ഉപകരണവുമാണ്. ഈ സങ്കല്പത്തിലേക്ക് നമ്മൾ കൂടുതൽ ആഴത്തിലിറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് സംഖ്യകൾ നമ്മുടെ ദൈനംദിന അനുഭവങ്ങളുമായി അന്തർലീനമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തുമായി നമ്മൾ എങ്ങനെ ബന്ധപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ഒരു സവിശേഷമായ കാഴ്ചപ്പാട് അവ നമുക്ക് നൽകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികളെയും അവസരങ്ങളെയും നന്നായി മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ഈ പുരാതന ജ്ഞാനം ശരിയായി പ്രയോഗിക്കുമ്പോൾ വ്യക്തിഗത വളർച്ചയ്ക്കും പരിവർത്തനത്തിനും ഒരു ശക്തമായ ഉറവിടമായി മാറും. ബുദ്ധതത്വചിന്തയിൽ 0 എന്ന സംഖ്യ ശൂന്യതയെയും അനന്തപാസുതകളെയും പ്രതിനിധാനം ചെയ്യുന്നു. അത് തുടക്കത്തിന്റെയും അവസാനത്തിന്റെയും പ്രതീകമാണ്. 0 എന്ന അക്കത്തിൽ അവസാനിക്കുന്ന വർഷങ്ങളിൽ ജനിച്ച ആളുകൾ നവീകരണം, പരിവർത്തനം എന്നീ ആശയങ്ങളുമായി ആഴത്തിലുള്ള ബന്ധമുള്ളവരായിരിക്കും. അവർ ജീവിതത്തിലൊപ്പം സുപ്രധാനമായ മാറ്റങ്ങളുടെ നിമിഷങ്ങളെ അഭിമുഖീകരിക്കും. ഈ ശൂന്യതയുമായുള്ള ബന്ധം അരാജകത്വത്തിനിടയിലും സമാധാനവും വ്യക്തതയും കണ്ടെത്താനുള്ള സവിശേഷ കഴിവ് സൂചിപ്പിക്കുന്നു. 0 എന്ന അക്കവുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രശ്നങ്ങൾക്ക് ക്രിയാത്മകമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിൽ പ്രത്യേകം വൈദഗ്ധ്യരുള്ളവരായിരിക്കും. മറ്റുള്ളവർ തടസ്സങ്ങൾ കാണുന്നിടത്ത് അവസരങ്ങൾ കാണുന്നവരായിരിക്കും. ജീവിതത്തെക്കുറിച്ചുള്ള ഈ ആഴമേറിയ കാഴ്ചപ്പാട് വെല്ലുവിളികളെ തുറന്നതും പൊരുത്തപ്പെടാൻ കഴിയുന്നതുമായ മനസ്വഭാവത്തോടെ നേരിടാൻ അവരെ അനുവദിക്കുന്നു. എന്നാൽ ഈ നിരന്തരമായ നവീകരണത്തിന്റെ ഊർജം ഒരു അനുഗ്രഹവും അതേസമയം ഒരു വെല്ലുവിളിയുമാകാം.
ചിലപ്പോൾ ഈ വ്യക്തികൾക്ക് ആവർത്തിക്കുന്ന ചക്രങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായി തോന്നാം. ഒരു നിഗമനത്തിലെത്താതെ എപ്പോഴും വീണ്ടും തുടങ്ങേണ്ടി വരുന്നു. ഈ പൂജ്യത്തിന്റെ ഊർജവുമായി ഐകത്വത്തോടെ ജീവിക്കണമെങ്കിൽ ജീവിത പ്രക്രിയയിൽ ക്ഷമയും വിശ്വാസവും വളർത്തിയെടുക്കേണ്ടത് പ്രധാനമാണ്. ഓരോ അവസാനവും ഒരു പുതിയ തുടക്കം മാത്രമാണെന്ന് മനസ്സിലാക്കുക. ബുദ്ധതത്വചിന്തയിൽ 1 എന്ന സംഖ്യ വ്യക്തിത്വത്തിന്റെയും നേതൃത്വത്തിന്റെയും പ്രതീകമാണ്. ഇത് മുൻകൈയെടുക്കാനുള്ള ശക്തിയെയും ദൃഢനിശ്ചയത്തോടെ പുതിയ എന്തെങ്കിലും തുടങ്ങാനുള്ള കഴിവിനെയും പ്രതിനിധാനം ചെയ്യുന്നു. 1 എന്ന അക്കത്തിൽ അവസാനിക്കുന്ന വർഷങ്ങളിൽ ജനിച്ച ആളുകൾ പൊതുവെ ശക്തമായ ഒരു സാന്നിധ്യവും സ്വന്തം പാത വെട്ടിത്തെളിക്കാനുള്ള ആഗ്രഹവുമുള്ളവരായിരിക്കും. അവർ തങ്ങളുടെ മേഖലകളിൽ പയനിയർമാരായിരിക്കാൻ താൽപ്പര്യപ്പെടുന്നു. എപ്പോഴും പുതുമയും പുതിയ ചാലഞ്ചുകളും സ്വീകരിക്കുന്നു. ഈ വ്യക്തികൾ പൊതുവെ സ്വാഭാവിക നേതാക്കളായി കാണപ്പെടുന്നു. അവരുടെ കാഴ്ചപ്പാടും ധൈര്യവും കൊണ്ട് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും പ്രേരിപ്പിക്കാനും അവർക്ക് കഴിയും. 1 എന്ന സംഖ്യ ഉറച്ച ഒരു ആത്മവിശ്വാസമുള്ള ഊർജം നൽകുന്നു. അത് തടസ്സങ്ങളെ മറികടക്കാനും വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും അവരെ സഹായിക്കുന്നു. എന്നാൽ വ്യക്തിത്വത്തിനായുള്ള ഈ അന്വേഷണം വ്യക്തിബന്ധങ്ങളിലും ഗ്രൂപ്പ് ഡൈനാമിക്സിലും വെല്ലുവിളികളിലേക്ക് നയിക്കാം. 1 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട ആളുകൾ അവരുടെ ആന്തരിക ശക്തിയും സഹകരണത്തിന്റെ ആവശ്യവും തമ്മിലൊരു സമതുലനം കണ്ടെത്തേണ്ടതാണ്. മറ്റുള്ളവരുടെ സംഭാവനകളെ വിലയിരുത്താനും ഒരു ടീമായി പ്രവർത്തിക്കാനും പഠിക്കുന്നത് അവരുടെ ജീവിതത്തിൽ യഥാർത്ഥ വിജയവും ഐക്യവും കൈവരിക്കാൻ നിർണായകമാകും. 2 എന്ന സംഖ്യ ബുദ്ധമത വീക്ഷണത്തിൽ ദ്വന്ദ്വതയുടെയും സമന്വയത്തിന്റെയും പ്രതീകമാണ്. 2 എന്ന അക്കത്തിൽ അവസാനിക്കുന്ന വർഷങ്ങളിൽ ജനിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ സമാധാനവും ഐക്യവും തേടാൻ ശക്തമായ താൽപ്പര്യമുണ്ടാകും. അവർ സ്വാഭാവികമായും മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് സംവേദനശീലതയുള്ളവരും മനുഷ്യബന്ധങ്ങളെ ആഴത്തിൽ വിലമതിക്കുന്നവരുമാണ്. 2 എന്ന അക്കവുമായി ബന്ധപ്പെട്ട ആളുകൾ മധ്യസ്ഥരും സമാധാനമുണ്ടാക്കുന്നവരുമായിരിക്കും. എപ്പോഴും തർക്കങ്ങൾ പരിഹരിക്കാനും സഹകരണത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കാനും ശ്രമിക്കുന്നു. ഒരു സാഹചര്യത്തിന്റെ ഇരുവശങ്ങളും കാണാനുള്ള പ്രത്യേക കഴിവ് അവർക്കുണ്ട്. ഇത് ന്യായവും സന്തുലിതവുമായ തീരുമാനങ്ങളെടുക്കാൻ അവരെ അനുവദിക്കുന്നു. ഐക്യം സൃഷ്ടിക്കാനുള്ള ഈ കഴിവ് അവരുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ അന്തരീക്ഷത്തിലേക്കും വ്യാപിക്കുന്നു. എന്നിരുന്നാലും സന്തുലിതാവസ്ഥയ്ക്കായുള്ള ഈ നിരന്തര തിരച്ചിൽ കാരണം ഈ വ്യക്തികൾ ആവശ്യമായ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കുകയോ സമാധാനം നിലനിർത്താൻ സ്വന്തം ആവശ്യങ്ങൾ അടിച്ചമർത്തുകയോ ചെയ്തേക്കാം. അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് ഭയപ്പെടാതെ സ്വന്തം ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും തുറന്നു പറയാൻ അവർ പഠിക്കേണ്ടതുണ്ട്. തങ്ങളോടും മറ്റുള്ളവരോടും പൂർണ്ണമായ ഐക്യത്തോടെ ജീവിക്കാൻ കൊടുക്കലും വാങ്ങലും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നത് അവർക്ക് അത്യാവശ്യമാണ്. ബുദ്ധതത്വചിന്തയിലെ 3 എന്ന സംഖ്യ സർഗാത്മകതയും ആവിഷ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ത്രിത്വത്തെ, അതായത് ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയുടെ യൂണിയനെ പ്രതിനിധീകരിക്കുന്നു. 3 എന്ന അക്കത്തിൽ അവസാനിക്കുന്ന വർഷങ്ങളിൽ ജനിച്ച ആളുകൾക്ക് ഊർജ്ജസ്വലവും സർഗാത്മകവുമായ ഊർജ്ജമുണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ പലപ്പോഴും കലയിലേക്കും ആശയവിനിമയത്തിലേക്കും ആകർഷിക്കപ്പെടുന്നു. അവരുടെ ആശയങ്ങളും വികാരങ്ങളും നുവാതനമായ രീതിയിൽ പ്രകടിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു. ഈ വ്യക്തികൾ പൊതുവെ തുറന്ന പെരുമാറ്റമുള്ളവരും സാമൂഹികമായി ഇടപെടുന്നവരുമാണ്. മറ്റുള്ളവരുമായി ബന്ധപ്പെടാനുള്ള സ്വാഭാവിക കഴിവുമുണ്ട്. 3 എന്ന സംഖ്യ സന്തോഷത്തിന്റെയും ശുഭാപ്തിമിസ്മത്തിന്റെയും ഊർജം നൽകുന്നു. അത് ചുറ്റുമുള്ളവരിലേക്ക് പടരാൻ സാധ്യതയുണ്ട്. ലളിതമായ സാഹചര്യങ്ങളെ അർത്ഥവത്തും പ്രചോദിപ്പിക്കുന്നതുമായ അനുഭവങ്ങളാക്കി മാറ്റാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ട്. എന്നിരുന്നാലും ഈ സർഗാത്മക ഊർജം ചിലപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കും വഴിതിരിഞ്ഞു പോകുന്നതിലേക്കും നയിക്കാം. 3 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട ആളുകൾ അവരുടെ സർഗാത്മകത ഉൽപ്പാദകപരമായ രീതിയിൽ ചാനൽ ചെയ്യാനും ആരംഭിക്കുന്ന പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാനും പഠിക്കേണ്ടതുണ്ട്. ധ്യാനത്തിന്റെയും മൈൻഡ്ഫുൾനെസ്സിന്റെയും പരിശീലനം അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ആവശ്യമായ അച്ചടക്കവും തമ്മിൽ സന്തുലിതാവസ്ഥ കണ്ടെത്താൻ സഹായിക്കും. 4 എന്ന സംഖ്യ പ്രകൃതിയിലെ 4 ഘടകങ്ങളെയും പ്രപഞ്ചത്തിലെ ഘടനയെയും ക്രമത്തെയും പ്രതിനിധീകരിക്കുന്ന 4 കാർഡിനൽ പോയിന്റുകളെയും പ്രതിനിധീകരിക്കുന്നു. 4 എന്ന അക്കത്തിൽ അവസാനിക്കുന്ന വർഷങ്ങളിൽ ജനിച്ചവർ പ്രായോഗിക ബുദ്ധിയുള്ളവരും ഓർഗനൈസ്ഡായവരും ഭൗതികമോ വൈകാരികമോ ആത്മീയമോ ആയ കാര്യങ്ങളിൽ ജീവിതത്തിൽ ഉറച്ച അടിത്തറ കെട്ടിപ്പടുക്കാൻ താൽപ്പര്യമുള്ളവരുമായിരിക്കും. ഈ വ്യക്തികൾക്ക് സാധാരണയായി ശക്തമായ തൊഴിൽ സംസ്കാരവും ഉത്തരവാദിത്വ ബോധവുമുണ്ടായിരിക്കും. ഇത് സ്ഥിരതയോടും അച്ചടക്കത്തോടും കൂടി ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു.
വിശ്വസിക്കാനും സമർപ്പിക്കാനും കൊള്ളാവുന്നവരായി അവർ കാണപ്പെടുന്നു. 4 എന്ന സംഖ്യ ശ്രദ്ധയുടെയും ദൃഢനിശ്ചയത്തിന്റെയും ഊർജം നൽകുന്നു. ഇത് ദീർഘകാല വെല്ലുവിളികളെ മറികടക്കാൻ അവരെ അനുവദിക്കുന്നു. എന്നിരുന്നാലും ഈ സ്ഥിരതയ്ക്കായുള്ള ഈ തിരച്ചിൽ ഈ വ്യക്തികളെ കടുപ്പമുള്ളവരോ മാറ്റങ്ങൾക്ക് വിമുഖരോ ആക്കിയേക്കാം. പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള വിഡ്ഢവിതയും സുരക്ഷിതത്വത്തിനായുള്ള അവരുടെ ആവശ്യകതയും തമ്മിൽ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അവർ പഠിക്കേണ്ടതുണ്ട്. മാറ്റവും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കുന്നതിലൂടെ അവർക്ക് ഉറച്ചതും എന്നാൽ ചലനാത്മകവുമായ ഒരു സ്ഥിരത കണ്ടെത്താൻ കഴിയും. 5 എന്ന സംഖ്യ ബുദ്ധതത്വചിന്തയിൽ സ്വാതന്ത്ര്യത്തിന്റെയും സാഹസികതയുടെയും പ്രതീകമാണ്. ഇത് ചലനത്തെയും മാറ്റത്തെയും പുതിയ അനുഭവങ്ങൾക്കായുള്ള തിരച്ചിലിനെയും പ്രതിനിധീകരിക്കുന്നു. 5 എന്ന അക്കത്തിൽ അവസാനിക്കുന്ന വർഷങ്ങളിൽ ജനിച്ച ആളുകൾക്ക് സാധാരണയായി അസ്വസ്ഥവും ജിജ്ഞാസയുള്ളതുമായ സ്വഭാവമുണ്ടായിരിക്കും. എപ്പോഴും വളർച്ചയും പര്യവേക്ഷണവും തേടുന്നവരാണവർ. സ്വാതന്ത്ര്യത്തിനും സ്വന്തം നിബന്ധനകൾക്കനുസരിച്ച് ജീവിക്കാനും അവർക്ക് ശക്തമായ ആവശ്യകതയുണ്ട്. ഈ വ്യക്തികൾ പൊതുവെ ഡൈനാമിക്കായ ചുറ്റുപാടുകളിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും പരിതാപിക്കാനും സർഗാത്മകതയും ആവശ്യമായ വെല്ലുവിളികൾ ആസ്വദിക്കുകയും ചെയ്യുന്നു. 5 എന്ന സംഖ്യ നൂതനത്തിന്റെയും വൈവിധ്യത്തിന്റെയും ഊർജം നൽകുന്നു. ഇത് വിവിധ സാഹചര്യങ്ങളെ എളുപ്പത്തിലും ഭംഗിയായും കൈകാര്യം ചെയ്യാൻ അവരെ അനുവദിക്കുന്നു. എന്നിരുന്നാലും നൂതനത്തിനായുള്ള ഈ നിരന്തര തിരച്ചിൽ പ്രതിബദ്ധതയുടെ കുറവിലേക്കോ ഒരു സംഗതിയിൽ മാത്രം ഉറച്ചു നിൽക്കാനുള്ള ബുദ്ധിമുട്ടിലേക്കോ നയിക്കാം. 5 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട ആളുകൾ അവരുടെ സ്വാതന്ത്ര്യത്തിനായുള്ള ആവശ്യകതയും ശാശ്വതമായ വേരുകളും പ്രതിബദ്ധതകളും സൃഷ്ടിക്കുന്നതിന്റെ പ്രാധാന്യവും തമ്മിൽ സന്തുലിതാവസ്ഥ കണ്ടെത്താൻ പഠിക്കേണ്ടതുണ്ട്. ചലനത്തിനിടയിലും സ്ഥിരത കണ്ടെത്തുന്നതിലൂടെ അവർക്ക് അനുഭവങ്ങളാൽ സമ്പന്നവും എന്നാൽ അർത്ഥവത്തും കേന്ദ്രീകൃതവുമായ ഒരു ജീവിതം ആസ്വദിക്കാൻ കഴിയും. 6 എന്ന സംഖ്യ ബുദ്ധതത്വചിന്തയിൽ സ്നേഹവും അനുകമ്പയും മറ്റുള്ളവർക്കുള്ള സേവനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ കമ്മ്യൂണിറ്റിയിലോ ഉള്ള ബന്ധങ്ങളിലെ ഐക്യത്തെയും സന്തുലിതാവസ്ഥയെയും പ്രതിനിധീകരിക്കുന്നു. 6 എന്ന അക്കത്തിൽ അവസാനിക്കുന്ന വർഷങ്ങളിൽ ജനിച്ച ആളുകൾ മറ്റുള്ളവരോട് ശക്തമായ ഉത്തരവാദിത്വ ബോധമുള്ള സ്വാഭാവിക പരിചാരകരായിരിക്കും. അവർ തങ്ങൾക്ക് ചുറ്റുമുള്ളവരെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനുമുള്ള ഡീപ്പ് ആഗ്രഹത്താലാണ് നയിക്കപ്പെടുന്നത്. ഈ വ്യക്തികൾ പൊതുവെ ദയാലു സ്വഭാവമുള്ളവരും എവിടെ ചെന്നാലും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിവുള്ളവരുമാണ്. 6 എന്ന സംഖ്യ വളർത്തിന്റെയും സംരക്ഷണത്തിന്റെയും ഊർജം നൽകുന്നു. ഇത് അവരെ സാമൂഹിക വലയങ്ങളിൽ വൈകാരിക സപ്പോർട്ടിന്റെ തൂണുകളായി മാറ്റുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ സ്വന്തം ആവശ്യങ്ങളുമായി ബാലൻസ് ചെയ്യാനുള്ള യുണീക്ക് കഴിവ് അവർക്കുണ്ട്. ഈ താൽപ്പര്യം ചിലപ്പോൾ വ്യക്തിപര ത്യാഗങ്ങളിലേക്കോ സ്വന്തം ആവശ്യങ്ങളെ അവഗണിക്കുന്നതിലേക്കോ നയിക്കാം. 6 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട ആളുകൾ മറ്റുള്ളവരെ പരിചരിക്കുന്നതും സ്വയം പരിചരണവും തമ്മിൽ ബാലൻസ് പാലിക്കാൻ പഠിക്കേണ്ടതുണ്ട്. തങ്ങൾക്കും ആവശ്യമായ സപ്പോർട്ടും പോഷണവും ലഭിക്കുന്നുണ്ട് എന്നുറപ്പുവരുത്തണം. ഈ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലൂടെ അവർക്ക് അവരുടെ സ്നേഹം സ്ഥിരമായും ഹെൽത്തിയായും നൽകാൻ കഴിയും. 7 എന്ന സംഖ്യ ബുദ്ധതത്വചിന്തയിൽ ആത്മീയതയുടെയും ആത്മപരിശോധനയുടെയും പ്രതീകമായി കാണപ്പെടുന്നു. ഇത് ആന്തരിക ജ്ഞാനത്തിനായുള്ള അന്വേഷണത്തെയും ലോകത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയുടെ വികാസത്തെയും പ്രതിനിധീകരിക്കുന്നു. 7 എന്ന അക്കത്തിൽ അവസാനിക്കുന്ന വർഷങ്ങളിൽ ജനിച്ചവർ ആത്മപരിശോധന നടത്തുന്നവരും ദാർശനികരും ആത്മീയ അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ വിഷയങ്ങളിൽ താൽപ്പര്യമുള്ളവരുമായിരിക്കും. ജീവിതത്തിന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യാനും അവരുടെ അനുഭവങ്ങളിൽ അർത്ഥം കണ്ടെത്താനുമുള്ള ആഗ്രഹത്താലാണ് അവർ നയിക്കപ്പെടുന്നത്. ഈ വ്യക്തികൾ പലപ്പോഴും ജ്ഞാനികളും ചിന്താശീലരുമായി കാണപ്പെടുന്നു. കാര്യങ്ങളുടെ ഉപരിതലത്തിനപ്പുറം കാണാനുള്ള സ്വാഭാവിക കഴിവും ഇവർക്കുണ്ട്. 7 എന്ന സംഖ്യ ആഴത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഊർജം നൽകുന്നു. പ്രപഞ്ചത്തിന്റെ ഏറ്റവും സങ്കീർണമായ ചോദ്യങ്ങളെ ശാന്തതയോടും വ്യക്തതയോടും കൂടി പര്യവേക്ഷിക്കാൻ അവരെ അനുവദിക്കുന്നു. അവർ ആത്മീയ പഠനങ്ങളിലേക്കും ധ്യാനത്തിലേക്കും ആന്തരിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിശീലനങ്ങളിലേക്കും ആകർഷിക്കപ്പെടുന്നു. എന്നിരുന്നാലും അർത്ഥത്തിനായുള്ള ഈ തീവ്രമായ തിരച്ചിൽ ഒറ്റപ്പെടലിലേക്കോ ദൈനംദിന യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള വിച്ഛേദിക്കലിലേക്കോ നയിച്ചേക്കാം. 7 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട ആളുകൾ അവരുടെ ആത്മീയ ജീവിതവും ലൗകിക ഉത്തരവാദിത്തങ്ങളും തമ്മിൽ സന്തുലിതാവസ്ഥ കണ്ടെത്താൻ പഠിക്കേണ്ടതുണ്ട്. മനുഷ്യരുമായുള്ള ഇടപെടലുകളിൽ നിന്നും പുറം ലോകത്തു നിന്നും അവർ പൂർണ്ണമായും പിന്മാറുന്നില്ലെന്ന് ഉറപ്പാക്കുക. അവരുടെ ആത്മീയ ജ്ഞാനത്തെ പ്രായോഗിക ജീവിതവുമായി സമന്വയിപ്പിക്കുന്നതിലൂടെ അവർക്ക് പ്രബുദ്ധവും സന്തുലിതവുമായ രീതിയിൽ ജീവിക്കാനുള്ള വഴി കണ്ടെത്താനാകും. ബുദ്ധതത്വചിന്തയിൽ 8 എന്ന സംഖ്യ അധികാരം, സമൃദ്ധി, ഭൗതികമായ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ആത്മീയവും ഭൗതികവുമായ ലോകങ്ങൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു.
ഭൗതിക തലത്തിലെ നേട്ടങ്ങളെയും വിജയത്തെയും പ്രതീകപ്പെടുത്തുന്നു. 8 എന്ന അക്കത്തിൽ അവസാനിക്കുന്ന വർഷങ്ങളിൽ ജനിച്ചവർ അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ അഭിലാഷികളും ദൃഢനിശ്ചയമുള്ളവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചവരുമായിരിക്കും. നേതൃത്വത്തിനും സമ്പത്തും സമൃദ്ധിയും സൃഷ്ടിക്കുന്നതിനും അവർക്ക് സ്വാഭാവിക കഴിവുണ്ട്. ഈ വ്യക്തികൾ പലപ്പോഴും ആശയങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ശക്തമായ കഴിവുള്ള ദീർഘദർശികളായി കാണപ്പെടുന്നു. 8 എന്ന സംഖ്യ ആസൂത്രണത്തിന്റെയും കാര്യക്ഷമതയുടെയും ഊർജ്ജം നൽകുന്നു. സങ്കീർണമായ പ്രോജക്റ്റുകൾ വൈദഗ്ധ്യത്തോടെയും കൃത്യതയോടും കൂടി കൈകാര്യം ചെയ്യാൻ അവരെ അനുവദിക്കുന്നു. കാര്യകാരണ നിയമങ്ങളെക്കുറിച്ച് അവർക്ക് ആഴത്തിലുള്ള ധാരണയുണ്ട്. ഇത് സമൃദ്ധവും വിജയകരവുമായ ജീവിതം കെട്ടിപ്പടുക്കാൻ അവർ ഈ ജ്ഞാനം ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും അധികാരത്തിനും ഭൗതിക വിജയത്തിനുമുള്ള അന്വേഷണം ചിലപ്പോൾ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമായേക്കാം. ഇത് അവരുടെ ആത്മീയോ വൈകാരികമോ ആയ ക്ഷേമത്തിന്റെ ചിലവിൽ ബാഹ്യനേട്ടങ്ങളിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇടയാക്കാം. 8 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട ആളുകൾ അവരുടെ അഭിലാഷങ്ങളെ ഒരു വലിയ ഉദ്ദേശബോധവുമായി സന്തുലിതാവസ്ഥ കണ്ടെത്താൻ പഠിക്കേണ്ടതുണ്ട്. അവരുടെ നേട്ടങ്ങൾ അവരുടെ ആഴമേറിയ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അവരുടെ ഭൗതിക വിജയത്തെ ആത്മീയ യാത്രയുമായി സമന്വയിപ്പിക്കുന്നതിലൂടെ അവർക്ക് യഥാർത്ഥ സമൃദ്ധിയുടെയും പൂർത്തീകരണത്തിന്റെയും ജീവിതം കൈവരിക്കാനാകും. ബുദ്ധതത്വചിന്തയിൽ 9 എന്ന സംഖ്യ പൂർത്തീകരണം, ജ്ഞാനം, സാർവൽഗിക അനുകമ്പയുടെ പ്രതീകമാണ്. ഇത് ഒരു ചക്രത്തിന്റെ അവസാനത്തെയും വികസനത്തിന്റെ പുതിയ ഘട്ടത്തിലേക്കുള്ള മാറ്റത്തെയും പ്രതിനിധീകരിക്കുന്നു. 9 എന്ന അക്കത്തിൽ അവസാനിക്കുന്ന വർഷങ്ങളിൽ ജനിച്ചവർ മാനവികതയെ സേവിക്കാനും വലിയ നന്മയ്ക്കായി കൊണ്ടാകുന്നതിലുമുള്ള ശക്തമായ ആഗ്രഹമുള്ള ആദർശവാദികളായിരിക്കും. അവർ ഒരു വലിയ ദൗത്യബോധത്താലും ഉദ്ദേശത്താലും നയിക്കപ്പെടുന്നു. പലപ്പോഴും മാനവിക കാര്യങ്ങൾക്കായും മറ്റുള്ളവരുടെ സേവനത്തിനായും അവർ തങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു. ഈ വ്യക്തികൾ പലപ്പോഴും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെയും കഷ്ടപ്പാടുകളെയും കുറിച്ച് അവബോധമായ ധാരണയുള്ളവരും പ്രായത്തിൽ കവിഞ്ഞ ജ്ഞാനിയുമായി കാണപ്പെടുന്നു. 9 എന്ന സംഖ്യ സഹാനുഭൂതിയുടെയും പരോപകാരത്തിന്റെയും ഊർജ്ജം നൽകുന്നു. അവർക്ക് ചുറ്റുമുള്ള ലോകത്തെ മാറ്റാൻ സഹായിക്കുന്നു. സാമൂഹിക നീതി, സമത്വം, ആഗോള ശുശ്രൂഷകൾ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നു. എന്നിരുന്നാലും 9 എന്ന സംഖ്യയുടെ ശക്തമായ ദൗത്യബോധം അമിത സ്വാത്യാഗത്തിലേക്കോ മറ്റുള്ളവരുടെ ഭാരം ചുമക്കാനുള്ള പ്രവണതയിലേക്കോ നയിച്ചേക്കാം. 9 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട ആളുകൾ മറ്റുള്ളവരെ പരിപാലിക്കുന്നതുപോലെ തന്നെ സ്വയം പരിപാലിക്കാനും പഠിക്കേണ്ടതുണ്ട്. ലോകത്തെ സേവിക്കുന്നതും സ്വന്തം വൈകാരികമായ ആത്മീയമായ ആവശ്യങ്ങളെ പോഷിപ്പിക്കുന്നതും തമ്മിൽ സന്തുലിതാവസ്ഥ കണ്ടെത്തുക. ഈ സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നതിലൂടെ അവർക്ക് തങ്ങളുടെ ജ്ഞാനവും അനുകമ്പയും സുസ്ഥിരമായും പ്രതിഫലം നൽകുന്നതുമായ രീതിയിൽ വാഗ്ദാനം ചെയ്യുന്നത് തുടരാം. നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കത്തിന്റെ ആഴത്തിലുള്ള അർത്ഥം ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഈ ജ്ഞാനം നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ എങ്ങനെ ബാധകമാകുമെന്ന് ചിന്തിക്കേണ്ട സമയമാണിത്. ഓരോ സംഖ്യയും നിങ്ങളുടെ സ്വഭാവത്തെയും തിരഞ്ഞെടുപ്പുകളെയും നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെയും നേരിട്ട് സ്വാധീനിക്കുന്ന സവിശേഷമായ ഊർജ്ജം വഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ചുണ്ടാകുന്ന സാഹചര്യങ്ങൾ, പെരുമാറ്റരീതികൾ, വിജയങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നിവയെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ സംഖ്യയുടെ അർത്ഥം മനസ്സിലാക്കുന്നതിലൂടെ അത് നിങ്ങളുടെ യാത്രയെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും ആത്മജ്ഞാനത്തിനും വളർച്ചയ്ക്കുമുള്ള ശക്തമായ ഉപകരണമായി നിങ്ങൾക്കതെങ്ങനെ ഉപയോഗിക്കാമെന്നും മനസ്സിലാക്കാൻ തുടങ്ങാം. സംഖ്യയും നിങ്ങളുടെ ജീവിതവും തമ്മിലുള്ള ഈ ബന്ധം ആഴത്തിലുള്ള ചിന്തയ്ക്കുള്ള അവസരമാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ സംഖ്യ നേതൃത്വത്തിലേക്കോ ആത്മീയതയിലേക്കോ ഉള്ള പ്രവണതയെ സൂചിപ്പിക്കുന്നുവെങ്കിൽ, എന്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ ഈ സവിശേഷത എങ്ങനെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഈ ഊർജ്ജത്തെ എനിക്കെങ്ങനെ നന്നായി സന്തുലിതമാക്കാം എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഈ അവബോധം വ്യക്തതയും ദിശാബോധവും നൽകുന്നു. നിങ്ങളുടെ ആന്തരിക സാരാംശവുമായി പൊരുത്തപ്പെടുന്ന ബോധപൂർവവും മനഃപൂർവവുമായ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. അടുത്ത ഘട്ടം ഈ അറിവ് നിങ്ങളുടെ ദിനചര്യയിൽ സമന്വയിപ്പിക്കുക എന്നതാണ്. പോസിറ്റീവ് മാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇതുപയോഗിക്കാം. നിങ്ങളുടെ സംഖ്യ സ്ഥിരതയുടെ ആവശ്യകതയെ നിർദ്ദേശിക്കുന്നുവെങ്കിൽ, പക്ഷേ നിങ്ങളുടെ പ്രോജക്റ്റുകളിലോ ബന്ധങ്ങളിലോ കൂടുതൽ ഘടന സേടേണ്ട സമയമായിരിക്കാം. ഇത് സർഗാത്മക ഊർജ്ജത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുവെങ്കിൽ, ആവിഷ്കാരത്തിന്റെയോ പുതുമയുടെയോ പുതിയ രൂപങ്ങൾ പരീക്ഷിച്ചുകൂടാ. നിങ്ങളുടെ വ്യക്തിപരവും പ്രൊഫഷണലും ആത്മീയവുമായ ജീവിതത്തിന്റെ വിവിധ മേഖലകളെ സമന്വയിപ്പിക്കുന്നതിന് നിങ്ങളുടെ സംഖ്യയെക്കുറിച്ചുള്ള ധാരണ പ്രയോഗിക്കുകയാണ് ഇവിടെ പ്രധാനം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ ബോധപൂർവം ജീവിക്കുകയും മാത്രമല്ല, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും കൂടുതൽ സംതൃപ്തി നൽകുന്ന ജീവിതം നയിക്കാനും നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കത്തിന്റെ അർത്ഥവും സ്വാധീനവും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക്, ഈ ഊർജ്ജത്തെ നിങ്ങളുടെ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ സന്തുലിതാവസ്ഥ കൊണ്ടുവരികയും ചെയ്യുന്ന ആത്മീയ പരിശീലനങ്ങളും മന്ത്രങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടുത്താമെന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്.
ബുദ്ധതത്വചിന്ത നിങ്ങളുടെ സംഖ്യയുടെ ഊർജ്ജവുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്ന ധ്യാനം, വിഷ്വലൈസേഷൻ, പ്രത്യേക മന്ത്രങ്ങളുടെ ആവർത്തനം തുടങ്ങിയ വിപുലമായ പരിശീലനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ രീതികൾ നിങ്ങളുടെ സംഖ്യയുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് സവിശേഷതകളെ ശക്തിപ്പെടുത്തുകയും മാത്രമല്ല, നിങ്ങളുടെ പാതയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളികളെയോ തടസ്സങ്ങളെയോ സുഗമമാക്കാൻ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ സംഖ്യ സ്ഥിരതയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങളുടെ ഊർജ്ജത്തെ അടിസ്ഥാനപ്പെടുത്തുകയും സുരക്ഷിതത്വവും സന്തുലിതാവസ്ഥയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ധ്യാന രീതികളിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കാം. സർഗാത്മകതയും ആവിഷ്കാരവുമായി ബന്ധിച്ചിട്ടുള്ള സംഖ്യകൾക്ക് ആശയങ്ങളുടെ ഒഴുപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്ന മന്ത്രങ്ങൾ അത്യന്തം സഹായകമാകാം. ഓരോ സംഖ്യയ്ക്കും ഒരു പ്രത്യേക വൈബ്രേഷനുണ്ട്. ഈ ഊർജ്ജവുമായി പ്രതിധ്വനിക്കുന്ന മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉദ്ദേശവുമായി നിങ്ങൾ ഒരു ആഴത്തിലുള്ള ബന്ധം സൃഷ്ടിക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സന്തുലിതമായ രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ രീതികൾ നിങ്ങളുടെ ദൈനംദിന ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ സംഖ്യയുടെ ഊർജ്ജവുമായി പൊരുത്തപ്പെടാനും നിങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യലിനനുസരിച്ച് ജീവിക്കാനുമുള്ള പ്രബലമായ മാർഗമാണ്. ധ്യാനിക്കാനോ മന്ത്രങ്ങൾ ഉച്ചരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സംഖ്യ നിങ്ങളുടെ ആവർത്തനങ്ങളെയും തീരുമാനങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചിന്തിക്കാനോ ആയി എല്ലാ ദിവസവും കുറച്ചു മിനിറ്റുകൾ നീക്കിവയ്ക്കുക. ഞാൻ എൻ്റെ സംഖ്യയുടെ ഊർജ്ജവുമായി ഐക്യത്തിൽ ജീവിക്കുന്നു എന്ന ലളിതമായ മന്ത്രം ശ്രദ്ധയും ക്ലാരിറ്റിയും നിലനിർത്തുന്നതിന് ദിവസവും ആവർത്തിക്കാം. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ബുദ്ധതത്വചിന്തയുമായി നിങ്ങളുടെ ജീവിതത്തെ സമന്വയിപ്പിക്കുകയും മാത്രമല്ല, തുടർച്ചയായ ആത്മീയ വളർച്ചയ്ക്കും ആത്മകണ്ടെത്തലിനും ഇടം നൽകുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ബുദ്ധമതജ്ഞാനം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഈ മെസ്സേജുകൾ പ്രചരിപ്പിക്കാനും ആത്മജ്ഞാനവും ആത്മീയ വളർച്ചയും തേടുന്ന ഒരു കമ്മ്യൂണിറ്റി കെട്ടിപ്പിടിക്കാനും സഹായിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ ജനനവർഷം താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. പരക്കട്ടെ. പ്രകാശം.